മധ്യേഷ്യൻ മേഖല ദശകങ്ങളായി കലുഷിതമാണ്. എന്നാൽ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധം ദുരിതമായ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ മുനമ്പിലാണ് ഇന്ന് ഈ പ്രദേശം എത്തി നിൽക്കുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന നിഴൽ യുദ്ധം അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് ഇപ്പോൾ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയിരിക്കുന്നു. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിന് പിന്നാലെ അതിർത്തികൾക്ക് അപ്പുറത്തു നിന്നും ഇറാൻ നടത്തിയ മിസൈൽ പ്രഹരം മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വടക്കൻ ഇസ്രായേലിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിലൊന്നായ റമാത്ത് ഡേവിഡ് വ്യോമതാവളം ലക്ഷ്യമാക്കിയാണ് IRGC ഇത്തവണ തങ്ങളുടെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചത്. തങ്ങളുടെ ഏറ്റവും പുതിയ ഈ ആക്രമണം വെറും ഒരു മുന്നറിയിപ്പ് മാത്രമാണെന്ന് ടെഹ്റാൻ പ്രഖ്യാപിച്ചതോടെ ലോകരാജ്യങ്ങൾ അങ്ങേയറ്റത്തെ ആശങ്കയോടെയാണ് മധ്യേഷ്യയിലേക്ക് ഉറ്റുനോക്കുന്നത്. ചുവപ്പ് വരകൾ പൂർണ്ണമായി മാഞ്ഞുപോയ യുദ്ധഭൂമിയിൽ അടുത്തത് എന്ത് എന്ന ചോദ്യം ആഗോള സമ്പദ് വ്യവസ്ഥയും അന്താരാഷ്ട്ര സുരക്ഷയും ഒരുപോലെ അസ്വസ്ഥമാക്കുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ച റമാത്ത് ഡേവിഡ് വ്യോമതാവളം ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് കേവലം ഒരു സൈനിക താവളമല്ല. ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സജീവവുമായ ഒരേ ഒരു വായുസേനാ കേന്ദ്രമാണിത്. ലെബനൻ, സിറിയ തുടങ്ങിയ അയൽരാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമ ഭീഷണികളെ പ്രതിരോധിക്കുന്നതിലും ഹിസ്ബുള്ളക്കെതിരെ വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾക്ക് തന്ത്രപരമായ പിന്തുണ നൽകുന്നതിലും ഈ താവളത്തിന് നിർണായകമായ പങ്കുണ്ട്. അത്യാധുനിക പോർവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും നിലയുറപ്പിച്ചിരിക്കുന്ന ഈ കേന്ദ്രത്തിന് നേരെ ഇറാൻ നേരിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു എന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ കോട്ടകൾക്കുള്ള ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഇസ്രായേലിന്റെ ഉള്ളറകളിലേക്ക് തുളച്ചു കയറാൻ തങ്ങളുടെ മിസൈലുകൾക്ക് ശേഷിയുണ്ടെന്ന് തെളിയിക്കുക കൂടിയാണ് ഈ ആക്രമണത്തിലൂടെ ഇറാൻ ലക്ഷ്യമിട്ടത്. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കം നയതന്ത്രപരമായും മാനുഷികമായും എല്ലാ ചുവപ്പുവരകളും ലംഘിക്കുന്നതായിരുന്നു എന്നാണ് ഇറാന്റെ നിലപാട്. ലെബനിലെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റവും തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നേരെ നടക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങളും ഇനി കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ലെന്ന് ടെഹ്റാൻ വ്യക്തമാക്കുന്നു. ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ പ്രസ്താവന പ്രകാരം ഈ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇസ്രായേലിന്റെ ധിക്കാരത്തിനുള്ള കൃത്യമായ മറുപടിയാണ്. ഇസ്രായേൽ തങ്ങളുടെ ആക്രമണങ്ങൾ നിർത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ അടുത്ത ഘട്ടം കൂടുതൽ ഭീകരമായിരിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന എല്ലാ US സയനിസ്റ്റ് സൈനിക താവളങ്ങളെയും തങ്ങൾ തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് കേവലം ഇസ്രായേലിന് മാത്രമുള്ള മുന്നറിയിപ്പല്ല, മറിച്ച് ഇസ്രായേലിനെ അന്ധമായി പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ ശക്തമായ സന്ദേശം കൂടിയാണ്. മിസൈൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി പൂർണ്ണമായും അടയ്ക്കുകയും ടെഹ്റാനിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും അടിയന്തരമായി നിർത്തിവെക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാനും സ്വന്തം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ സജ്ജമാക്കാനുമുള്ള ഇറാന്റെ മുൻകരുതൽ നീക്കമായാണ് ഇതിനെ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇത് വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന്റെ കൃത്യമായ സൂചനയാണ് നൽകുന്നത്. ഇറാൻ വൻതോതിൽ മിസൈലുകൾ വർഷിച്ചെങ്കിലും തങ്ങളുടെ ആകാശ പ്രതിരോധ കോട്ടയായ അയൺ ഡോം, ആരോ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിക്ഷേപിക്കപ്പെട്ട എല്ലാ മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെടുന്നത്. ജനവാസ മേഖലകളിലോ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിലോ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇറാന് കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇസ്രായേലിന്റെ വാദം. എന്നാൽ ഈ ആക്രമണം ഇസ്രായേലിന്റെ സൈനിക നയങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ല. ലെബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കം കൂടുതൽ ശക്തമാക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സൈനിക നേതൃത്വവും ആവർത്തിച്ചു വ്യക്തമാക്കുന്നത്. ഇറാന്റെ ഭീഷണികൾക്ക് മുന്നിൽ ഇസ്രായേൽ വഴങ്ങില്ലെന്ന കൃത്യമായ സൂചനയാണ് അവർ നൽകുന്നത്. IDF വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ ഈ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞതും ശ്രദ്ധേയമാണ്. മേഖലയിൽ തങ്ങൾക്കെതിരെ ഒരു പുതിയ സമവാക്യം എഴുതി ചേർക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇസ്രായേലിനെ ആക്രമിച്ചാൽ അതിർത്തികൾക്കപ്പുറത്തിരുന്ന് സുരക്ഷിതമായിരിക്കാമെന്ന് ഇറാൻ കരുതേണ്ട. അത്തരമൊരു പുതിയ സമവാക്യവും ഈ രാജ്യം വെച്ചുപൊറുപ്പിക്കില്ല. ഇതിനർത്ഥം ഇറാന്റെ മണ്ണിലേക്ക് നേരിട്ടുള്ള ഒരു പ്രത്യാക്രമണത്തിൽ ഇസ്രായേൽ കോപ്പ് കൂട്ടുന്നുണ്ടെന്ന് തന്നെയാണ്. മധ്യേഷ്യയിലെ പുതിയ സംഭവവികാസങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായ അമേരിക്കയെ വലിയൊരു പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത്. മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന 10,000-കണക്കിന് US സൈനികരുടെ സുരക്ഷയും ചെങ്കടൽ വഴിയുള്ള അന്താരാഷ്ട്ര വ്യാപാര പാതകളുടെ സുരക്ഷിതത്വവും അമേരിക്കയ്ക്ക് അത്യന്തം ആപേക്ഷിതമാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇറാനെതിരെ ഉടനടി വലിയൊരു സൈനിക തിരിച്ചടിക്ക് മുതിരരുതെന്ന് അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവോട് ആവശ്യപ്പെട്ടതായാണ് നയതന്ത്ര വൃത്തങ്ങൾ നൽകുന്ന സൂചന. നിലവിലെ സാഹചര്യം നിയന്ത്രണാതീതമായി മാറിയാൽ അത് ആഗോള ഇന്ധന വിപണിയെയും അന്താരാഷ്ട്ര സുരക്ഷയും ദോഷകരമായി ബാധിക്കും. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് തടയാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു. ട്രംപിന്റെ നയം എപ്പോഴും അമേരിക്ക ഫസ്റ്റ് എന്നതിലൂന്നിയതാണ്. വിദേശ യുദ്ധങ്ങളിൽ അമേരിക്കൻ സൈന്യത്തെയോ പണത്തെയോ വൻതോതിൽ ഉപയോഗിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. അതിനാൽ തന്നെ ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ അത് മേഖലയെ മൊത്തത്തിൽ വിഴുങ്ങുന്ന ഒരു വലിയ യുദ്ധമായി മാറാതിരിക്കാനുള്ള നയതന്ത്ര സമ്മർദ്ദം വാഷിംഗ്ടൺ ചെലുത്തുന്നുമുണ്ട്.
ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധം കേവലം ഈ രണ്ട് രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. അത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ലോകത്തിലെ ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിന്റെ വലിയൊരു പങ്കും വരുന്നത് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. ഈ സംഘർഷം മൂലം ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ ഇവയാണ്. യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ വലിയ വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനും കാരണമാകും. ലോകത്തിലെ എണ്ണക്കപ്പലുകളുടെ 1/3 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഈ പാത ഇറാൻ അടച്ചാൽ ആഗോള ഊർജ്ജ വിതരണ ശൃംഖല പൂർണ്ണമായും തകരും. ഇറാന്റെയും മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളുടെയും വ്യോമാതിർത്തികൾ അടയ്ക്കുന്നത് അന്താരാഷ്ട്ര വിമാന സർവീസുകളെയും ബാധിക്കും. ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന വിമാനങ്ങൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നത് വഴി ഇന്ധന ചെലവും യാത്രാക്കൂലിയും വർദ്ധിക്കും. ഇറാൻ ഇസ്രയേലിന് നേരെ നേരിട്ട് ആക്രമണം നടത്തുമ്പോൾ തന്നെ മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികളായ പ്രോക്സി ഗ്രൂപ്പുകളെയും അവർ സജീവമാക്കി നിർത്തുന്നുണ്ട്. ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, സിറിയയിലെയും ഇറാഖിലെയും വിവിധ ഷിയ സായുധ ഗ്രൂപ്പുകൾ എന്നിവർ ഒരേ സമയം ഇസ്രയേലിനെതിരെ വിവിധ മുന്നണികളിൽ നിന്ന് ആക്രമണം നടത്താൻ കെൽപ്പുള്ളവരാണ്. ബെയ്റൂട്ടിലെ ഇസ്രയേൽ ആക്രമണത്തിന് പ്രതികാരമായി ഹിസ്ബുള്ളയും വടക്കൻ ഇസ്രയേലിലേക്ക് റോക്കറ്റ് വർഷം നടത്തുന്നുണ്ട്. ഇസ്രയേലിനെ ഒരേ സമയം ഒന്നിലധികം യുദ്ധമുന്നണികളിൽ തളച്ചിടുക എന്നതാണ് ഇറാന്റെ തന്ത്രം. ഇത് ഇസ്രയേലിന്റെ സൈനിക വിഭവങ്ങളെയും സാമ്പത്തിക ഭദ്രതയും കഠിനമായി പരീക്ഷിക്കുന്ന ഒന്നാണ്. മറുവശത്ത് ഇസ്രയേലിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കാൻ മറ്റ് അറബ് രാജ്യങ്ങൾ മടിക്കുകയാണ്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ മേഖലയിൽ സമാധാനം നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഇറാന്റെ നീക്കങ്ങളെ പൂർണ്ണമായി തള്ളിപ്പറയാൻ കഴിയില്ല. ഇത് മധ്യേഷ്യയിലെ മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളുടെ തെളിവാണ്. നിലവിലെ സാഹചര്യം വിലയിരുത്തുന്ന അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വരും ദിവസങ്ങളെ അങ്ങേയറ്റം നിർണായകമായാണ് കാണുന്നത്. ഈ പ്രതിസന്ധിക്ക് 2 തരത്തിലുള്ള പരിണാമങ്ങൾ ഉണ്ടാകാം. അമേരിക്കയുടെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങി ഇസ്രയേൽ വലിയൊരു പ്രത്യാക്രമണത്തിൽ നിന്ന് പിന്മാറുകയും നയതന്ത്ര ചർച്ചകളിലൂടെ താൽക്കാലിക വെടിനിർത്തലിലേക്ക് നീങ്ങുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ വഴി. എന്നാൽ നെതന്യാഹു സർക്കാരിന്റെ നിലവിലെ തീവ്ര നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇറാന്റെ മണ്ണിലെ തന്ത്രപ്രധാനമായ ആണവ നിലയങ്ങളോ എണ്ണപ്പാടങ്ങളോ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുക എന്നതാണ് രണ്ടാമത്തെ സാഹചര്യം. അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ തങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് തിരിച്ചടിക്കും. ഇത് മേഖലയിലെ മറ്റ് രാജ്യങ്ങളെയും അമേരിക്കയും യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയും ഒരു സമ്പൂർണ്ണ ആഗോള പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്യും.